ചങ്ങാതികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാർ റഹിമക്കച്ചു. അതെ, നാളത്തെ ദിവസം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഫെബ്രുവരി 25 കേട്ടാ. ഫെബ്രുവരി 25 എൻ്റെ അജിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കഴിഞ്ഞ കൊല്ലം ഞാൻ അജിക്കുട്ടിക്ക് സർപ്രൈസ് കൊടുത്തത്. അങ്ങ് മിണ്ടാണ്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് അവളുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെളുപ്പാൻ കാലത്ത് അവൾ കണ്ണും തിരുമിട്ട് ഒന്ന് നോക്കുന്നത് തന്നെയായിരുന്നു. അപ്പൊ നാളെ അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് 2 ദിവസം മുമ്പേ തന്നെ ഞാൻ അവിടെ തല്ല് പിടിച്ച് വഴക്കിട്ട് ഉടഞ്ച് പിരിഞ്ചിരിക്കുകയാണ്. ഇപ്പൊ വലിയ മിണ്ടാട്ടൊന്നുമില്ല. ഞാൻ കോപ്പിന്റെ സൗഹൃദം എനിക്ക് വേണ്ട, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നുള്ള ലെവലിലൊക്കെ ഞാൻ വലിയ മൈൻഡൊക്കെ ചെയ്യാൻ 2 ദിവസമായിട്ട് വലിയ മെസ്സേജ് അയക്കലൊന്നുമില്ല, ഫോണിലൊന്നും ഇല്ലാണ്ടൊക്കെ പയ്യെ ഗ്യാപ്പ് ഇട്ട് നിർത്തിയേക്കണ്ട. ആ ഗ്യാപ്പ് ഇട്ടെന്ന് പറയുമോ, നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ മുമ്പിൽ അങ്ങനെ ചെന്ന് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു അറ്റാക്ക് വന്നില്ലെങ്കിൽ ഭാഗ്യം. ആ ഒരു അത്രയും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ആ ഒരു സർപ്രൈസ് കൊടുക്കണം എനിക്കും, അത് സ്വീകരിക്കുന്ന അവൾക്കും വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ട്രെയിൻ കയറും. ടിക്കറ്റ് ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. ഒരാഴ്ച മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. രാത്രിയാണ് ട്രെയിൻ. നമുക്ക് ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് 12 മണിക്ക് 12:12 ചാലക്കുടിയിൽ ട്രെയിന്. അത് തിരുവനന്തപുരത്ത് 5 മണിക്ക് ശേഷം എത്തും. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി സർപ്രൈസ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. എൻ്റെ അജിക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്കളും എൻ്റെ കൂടെ വിളിക്കുകയാണ്. അപ്പോൾ വായോ, നമുക്ക് ആദ്യം അജിക്കുട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാം മാളേന്ന്. അവൾ കുറേ ദിവസമായി പറഞ്ഞ അവൾക്ക് ടെഡ്ഡി ബിയർ വേണോടി, അവളുടെ അത്രയ്ക്കുള്ള ടെഡ്ഡി ബിയർ അവൾക്ക് വേണമെന്ന് പറയാം കേട്ടോ. ഇവിടെ വരുമ്പോൾ പിള്ളേർ ടെഡ്ഡി ബിയർ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല ചങ്കളെ. അപ്പോൾ നമ്മൾ മാളയ്ക്ക് പോണ്. മാളിൽ നമ്മുടെ നല്ലൊരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഈ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ആയിട്ടുള്ള ഷോപ്പ്. അപ്പോൾ ആ ടോയ്സിൻ്റെ ഷോപ്പ് കൂടി നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ വാ ചങ്കളെ, നമുക്ക് പോയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ വാ. എടി ഞാൻ പോയിട്ടേ, എടി ഞാൻ പോയിട്ട് വരട്ടെ. നിനക്ക് കുട്ടായി ഞാനും കൂടെ പോകുന്നുണ്ട് ഗൈസ്. മമ്മിയുടെ കൂടെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകും. വലിയ ടെഡ്ഡി ബിയർ വേണം, ഒരാളുടെ വലിപ്പത്തിലുള്ളതായിരിക്കണം. ആ മഞ്ഞ ടെഡ്ഡി ബിയർ. അതെ അതെ. ഇതെത്ര പൈസ വരുന്നത്? 1800. ഡിസ്കൗണ്ട് ഒന്നുമില്ല? ഡിസ്കൗണ്ട് ഉണ്ട്, 1500. കളാവും. അജിനത്രയ്ക്ക് ഉണ്ടായിരുന്നു കൂട്ടുകാരത്തേക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അത് തിരുവനന്തപുരത്താണ്. അപ്പൊ അവൾക്ക് അവളുടെ അത്രയുള്ള ടെഡ്ഡി ബിയർ വേണമെന്ന് പറഞ്ഞത്. ഇത് അന്വേഷിച്ച് കുറേ നടക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇരിക്കുന്നത് പർച്ചേസ് ചെയ്യാറുണ്ട്. അത് വേറൊരു ഒക്കെ ഉണ്ടാവാം. എന്നാ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് വാങ്ങിക്കാമല്ലോ. അജിക്കൃതിക്ക് ഇഷ്ടാവില്ലേ? മുത്തല്ല കുത്തലോട് അക്രമകാരി മുത്ത. Received Paytm payment of ₹1,400. അവിടെ ചെന്നിട്ടാണ് ഈ പൈസ തിരിച്ചു വാങ്ങിക്കാനായിട്ട്. അപ്പൊ താങ്ക് യു. അപ്പോൾ ചങ്കളെ, നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഒരു 11 മണിയായപ്പോൾ ഇറങ്ങി നേരെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. 12:12 ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഇട്ട്. അപ്പോൾ ഞാനും കിച്ചും കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വന്ന് ഒരു കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ചെറിയ ചെറിയ ഉറക്കങ്ങൾ. വലിയ കാര്യമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. എന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു വിധത്തിന് ഞങ്ങൾ ഉറങ്ങി. ഞങ്ങൾ നേരെ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ചങ്കളെ.
അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ള അംഗപ്പുറപ്പാടാണ്. അജീനെ ഒന്ന് ഞെട്ടിപ്പിക്കാനുള്ള ആ ഒരു ത്രില്ലിലാണ് കേട്ടോ ഞാൻ. വല്ലോണം അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഓരോ ചായ കുടിച്ചിട്ട് വേണം നമുക്ക് അജിയുടെ അടുത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഉറക്കക്ഷീണം പോകത്തില്ല. അമ്മച്ചൂടെ എത്തിയിട്ട് അപ്പോൾ മക്കളോട് ഇവിടെ എത്തിയെന്ന് വിളിച്ച് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മക്കൾ ടെൻഷൻ അടിക്കും, ചെന്നിറങ്ങുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോട്ടെ അമ്മച്ചിന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കിച്ചത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് മിൽമയുടെ ഒരു ചായയുടെ ഒരു കട ഉണ്ടായിരുന്നു, ചെറിയൊരു കടയായിരുന്നു, പക്ഷെ നല്ലൊരു അടിപൊളി ചായ കുടിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോ ചായയൊക്കെ കുടിച്ച് നല്ല ചൂടാർന്നിട്ട് ചായക്ക് വായ പൊള്ളിപ്പോയ പൊന്ന് ചങ്കല. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിൽക്കണ കിച്ചു തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ട. അജിക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ആവശ്യമായിപ്പോയി ട്രെയിൻ യാത്ര, അത്രയും വയ്യാണ്ടായിപ്പോയിട്ടാ. അപ്പോൾ ഇത് നേരെ നെടുമങ്ങാട് പോകണം, അവിടെയാണ് അജി താമസിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ബസ് നോക്കി നിൽക്കണം, 6 മണിക്ക് ബസ്. അപ്പോൾ നമുക്ക് 5:30 ആയപ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടെ ഒന്ന് ഞെട്ടിപ്പിക്കാം അല്ലേ. നേരെ അജിയിലേക്കല്ലേ ആ സൈഡിലേക്ക് ക്യാമറ പറ്റി നെടുമങ്ങാട് സ്റ്റാൻഡ് പിടിച്ച ചേട്ടൻ കുറേ നേരം കൈ വീശിറക്കണം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം ചുമക്കുന്നുണ്ട്. ഇപ്പോൾ നെടുമങ്ങാട് സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് അജിയിലേക്ക് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. നമുക്ക് ഓട്ടോ പിടിക്കാൻ. നെടുമങ്ങാട് ബസ് ഇറക്കിയിട്ട് ഓട്ടോ പിടിച്ചാണ് പോകണേട്ടാ. നമുക്ക് പഴകുറ്റിയിലാണ് അവിടെ വീട്. അപ്പം അങ്ങോട്ട് പോകാം. കിളവി അവിടെ പോയി കാണിക്കാം. കിളവിനെ കാണാനില്ല. കിളവി അവിടെ പോയി നോക്കാൻ വണ്ടിയുണ്ട്. വണ്ടി കിട്ടിയില്ല. കിളവി തള്ളക്ക് ഇവിടെ കവറുണ്ടായി ഫാനാ. രണ്ടാമത്തെ പറ്റിയുള്ള സത്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ സത്യം അത് പോകുമ്പോ മാളേന്ന് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിട്ട് പോകുമ്പോ അത്രേ നമ്മുടെ അജിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ 56, 67 വയസ്സ് കണ്ടാ ഷഷ്ടി പൂത്രി സത്യം എന്റെ അമ്മ സത്യമായിട്ട് ടൂർ പ്രോഗ്രാം അതൊക്കെ എനിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തെന്നുള്ളൂ. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഉറങ്ങാൻ പറ്റുന്ന മനുഷ്യന് വയ്യാണ്ടായി. അപ്പൊ അതിനെ പിടിച്ചു കിടക്കുന്നിടത്തുനിന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിക്ക് റഹീമ കൊച്ചു തിരുവനന്തപുരത്തേക്ക് സത്യം അമ്മ സത്യമായിട്ട് നിന്നെ സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നീ വരുന്നുള്ളത് സത്യോടി എന്നെ വിഷയം ഹാപ്പി ബർത്ത്ഡേ പറയൂ. കുട്ടിയെ നല്ല വിഷയം കറണ്ടിടിച്ചതില്ലേ എന്റെ മുട്ടേക്ക് ഇരിക്കുന്നേക്ക് കാറ്റടിച്ചിട്ട് ഓട്ടോ എടുത്തിട്ട് വന്ന് വിഷയിച്ചു. ഇത് മനസ്സിലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, പ്രതീക്ഷിക്കാത്തുള്ള ഒരു വരവാണ്. ഞാൻ രാവിലെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ നീ ഒന്നും കഴിക്കണ്ട. നിങ്ങൾ ടൂർ ഞാനൊന്നും അത് തുറന്നു നോക്ക്. എന്തായാലും തുറന്നു നോക്ക്. കിച്ചെന്നാ പിടിച്ച് കിച്ച തുറന്നു. വെയില് പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയത് കാണിക്കണം കേട്ടാ. പെണ്ണിടുന്നുണ്ട്
ഇതെന്ത് കത്തിയടി ഇത്? ഇവിടെ നെടുമങ്ങട കത്തിതാ വലിയ കത്തിയുടെ ഉണ്ട് നോക്കിയെടുത്തോണ്ട് അവിടെ നമുക്ക് എല്ലാവരും ടൂർ പോയാലോ? ഞാനെവിടേക്ക് പാടി നാളെ പോവാം. അവിടെ നാളെ പോവാടാ. ടൂർ എവിടത്തേക്ക്? ടൂറ് വേളയുണ്ട്, ശംഖുമുഖമുണ്ട്, പിന്നെ ഗാന്ധി ഉണ്ട്, താന്തിയാത്തോപ്പി ഉണ്ട്. പിന്നെ അമ്മച്ചിമാരെ കൊണ്ട് പോകണല്ലേ. എന്റെ പൊന്നെ ആ പിള്ളേര് എന്തിട്ട് കാണിച്ചു എന്റെ അമ്മ കൊണ്ടവനെ കൊണ്ടടി കൊണ്ടടി അയ്യോ നാട്ടുകാരെ ഓടിവായോ എന്നെ കൊല്ലണേ. അയ്യോ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചത് നീ മേടിച്ചോ. നീയെ എന്റെ അടുത്ത് ഇങ്ങനെ കിടക്കും. ഇത് ഞാനാണ് എന്നെ സത്യം സത്യം പേരിട്ട റഹീമ കൊച്ചത് പേരിട്ടീന്. അതിന് ഞാൻ ഇത് മേടിച്ചാ പറഞ്ഞത്. കൊല്ലു നീ ഇതെങ്ങനെ അവരെ കൊണ്ട് കാണിക്കാന്ന് വെച്ചാൽ എങ്ങനെ കൊണ്ട് കാണിക്കണേ. ഇപ്പൊ കണ്ട ചങ്കള ഞാൻ എന്തുകൊണ്ടാണ് ഇവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കയറി വന്നെന്നുള്ളത് ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിക്കാ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടല്ലോ, നമ്മൾ വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് കൊടുക്കണം. കാര്യം അവരിൽ നമുക്ക് എപ്പോഴും സങ്കടങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ തല്ലും ചീത്തയും പടക്കവും കുശുമ്പും കുന്നായ്മൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളെപ്പോഴും അവരെ ഹാപ്പി ആകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം. തല്ലുപിടിക്കാത്തോടെ രണ്ടു ദിവസം മുമ്പേ കുറെ തന്നേളൂ. എങ്ങനെയുണ്ട്? സൂപ്പർ ഇഷ്ടായ? പിന്നെന്തിരി പാവക്കുട്ടിയുടെ വാങ്ങിച്ച പൈസക്ക് തന്നെ അതപ്പോ ഒരു നിമിഷം കൊണ്ടല്ല. വണ്ടിക്കാശ് വണ്ടിക്കാശ് പാവക്കുട്ടിയുടെ പൈസ, ഭക്ഷണം, അതൊക്കെ വേണമെങ്കിൽ ഭക്ഷണം എവിടുന്ന് കുടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അജിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ട്ടാ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു അജിക്കുട്ടി. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എല്ലാ ചങ്കകൾക്കും റഹീമ കൊച്ചിന്റെ എല്ലാ ചങ്കകൾക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് എന്നൊക്കെ പറ. എന്റെ ചാനലാ പറയും. ഇത് ഞാൻ തന്നെ തിരിച്ചുണ്ടോ പറയവരോട്. എന്റെ റഹീമ കൊച്ചിന് ലൈക്കും കമന്റും എല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കകൾക്കും താങ്ക്സ്. അപ്പൊ ലവ് യു ഓൾ. അപ്പൊ ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ വൈകുന്നേരം പോട്ടാ. അടി നാളെ പോവാടി. ഇന്ന് നമുക്ക് ടൂർ പോകാൻ. Subscribe now.